ക്യാൻസർ രോഗികളുടെ സംഖ്യ കേരളത്തിൽ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വിരോധാഭാസമുണ്ട്. കാരണം ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി വരികയാണ്. ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ആ രംഗത്ത്. ആശുപത്രികൾ ഉള്ളത് മാത്രമല്ല, അവിടെ സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ചികിത്സാ സൗകര്യങ്ങൾ, ഏറ്റവും പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്യാൻസർ രോഗികളുടെ സംഖ്യ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ചർച്ച ആവശ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഉത്തരം വളരെ ലളിതമാണ്. ജനങ്ങളുടെ അശ്രദ്ധ. അവരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മരുന്ന് കടയുടെ മുമ്പിൽ കുറച്ച് നേരം നിന്നാൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ നെഞ്ചരിച്ചിലായിരിക്കും പലർക്കും അസ്വസ്ഥത. അത് കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇവരെല്ലാം അവിടെ വന്നിട്ട് അവർ ഡോക്ടറെ കാണില്ല, പോയിട്ട് ഈ മരുന്ന് കടയിൽ പോയിട്ട് പറയും ഗ്യാസിൻ്റെ മരുന്നുണ്ടോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും വേണം എന്നാണ്. അപ്പോൾ അങ്ങനെ വാങ്ങി കഴിക്കുന്നൊരു ശീലമുണ്ട്, ഗ്യാസിൻ്റെ മരുന്ന്. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നൊരു സംഭവം, അങ്ങനൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്രത്തിലെയും ഒരു പുസ്തകത്തിലും എവിടെയും പറയില്ലാത്തൊരു വാക്കാണത്, ഗ്യാസ്. ഇതെങ്ങനെ സമൂഹത്തിൽ പടർന്നു പിടിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത്. അപ്പോൾ ഗ്യാസിൻ്റെ മരുന്ന് വാങ്ങി കഴിച്ച് അവസാനം ഇത് ആഹാരം കഴിക്കാൻ പ്രയാസം, ആഹാരം നെഞ്ചിൽ തടഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നലൊക്കെ വരുമ്പോഴാണ് പലരും ആശുപത്രിയിലെത്തുന്നതും സംഗതിയൊക്കെ കൈവിട്ടു പോയി എന്ന് തിരിച്ചറിയുന്നത്. ഇത് മനുഷ്യൻ വരുത്തി തീർക്കുന്ന ദുരന്തമാണ്. വേറെ നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ കക്കൂസിൽ പോകുമ്പോൾ ബലത്തോടൊപ്പം ചോര കണ്ടാൽ ഈ വ്യക്തിഗത രോഗനിർണയം നടത്തും. അത് പൈൽസാണ് എന്ന് പറയും. നമ്മുടെ ഈ പല വീടുകളിലും ഇതിനെ ചുറ്റിപ്പറ്റി കുറേ വിശ്വാസങ്ങളും ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ തുടരും. അവസാനം ഇവരും മരുന്ന് കടയിലാണ് എത്തുന്നത്, പൈൽസിനുള്ള മരുന്ന്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മരുന്നുകൾ വാങ്ങിച്ചങ്ങനെ നടക്കും. വാങ്ങി അത് കഴിച്ചവരെ അതിൻ്റെ ഗൗരവം അറിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ആശ്വാസം കിട്ടിയേക്കാം. എന്തായാലും അവരങ്ങനെ നടക്കും. ഇവിടെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ വൻകുടലിൻ്റെ അവസാന ഭാഗത്ത് ക്യാൻസർ വരുമ്പോഴും ഈ ലക്ഷണം വരുന്നത് ഈ രക്തം പോകുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ രോഗികളുടെ എണ്ണം ഈ ക്യാൻസർ മാത്രമല്ല, ഇപ്പോൾ പ്രമേഹത്തിന് കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രോഗികൾ ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് ഡോക്ടറെ കാണുകയും ഈ അസ്വസ്ഥതകൾ വിവരിക്കുകയും ഡോക്ടർ പറയുന്ന പരിശോധന നടത്തുകയും ചെയ്താൽ ഇവിടെ ഈ രോഗികളാകുന്നവരുടെ എണ്ണം കുറയുമെന്ന് മാത്രമല്ല, ഈ രോഗികളുടെ ദുരിതങ്ങൾ കുറയും, ചികിത്സാ ചെലവുകൾ കുറയും, ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ പറയാനുള്ളൊരു കാര്യം, ഈ സ്വയം ചികിത്സ അത് നല്ലതല്ല എന്നുള്ളതാണ്.